നമസ്കാരം. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ പ്രതിസന്ധികളേറെ. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി യമനിൽ പ്രതിഷേധം ശക്തമാണ്. ഈ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങിയാൽ മാത്രമേ അനുകൂല തീരുമാനമുണ്ടാകൂ. ഈ സാഹചര്യത്തിലാണ് പരസ്യ പ്രതികരണം ഒഴിവാക്കി വിദേശകാര്യ മന്ത്രാലയം കരുതലെടുക്കുന്നത്. യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ ബാധിക്കും. തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് സൂചന. തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരും. ദിയാദനം സ്വീകരിക്കുന്നതിൽ കൂടി അന്തിമ തീരുമാനത്തിലെത്തലാണ് അടുത്ത ഘട്ടം. വിഷയത്തിൽ ഇടപെട്ടതായി കാട്ടി കൂടുതൽ പേർ രംഗത്തെത്തി. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി സംസാരിച്ചതായി അവകാശപ്പെട്ട് സൗദിയിലെ മലയാളി വ്യവസായിയും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വഴി നടത്തിയ ചർച്ചകളും വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് നയിച്ചിരുന്നു. മലയാളി നിമിഷപ്രിയയെ ബുധനാഴ്ച യമനിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനം മാറ്റിയത് ആശ്വാസമാണ്. എപ്പോഴേക്കാണ് മാറ്റിവെച്ചതെന്ന് യമൻ ക്രിമിനൽ കോടതി അറിയിച്ചിട്ടില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് അവസാന നിമിഷം യമൻ അധികാരികളുടെ മനംമാറ്റം. സുഹൃത്തും യമനി മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവുമുള്ള പ്രശസ്ത സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ വഴിയാണ് കാന്തപുരം കേസിൽ ഇടപെട്ടത്. വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചതായി അറിയിപ്പ് ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 2017 യമൻ പൗരൻ തലാൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ 8 വർഷത്തോളമായി തടവിലാണ് നിമിഷപ്രിയ. ദിയാദനം നൽകി വധശിക്ഷ ഒഴിവാക്കാൻ ഷെയ്ഖ് ഹബീബിന്റെ നിർദ്ദേശാനുസരണം അവിടുത്തെ സൂഫി പണ്ഡിതർ തലാലിന്റെ കുടുംബാംഗങ്ങളുമായി മധ്യസ്ഥ ശ്രമം തുടരുകയാണ്. ചാണ്ടിയുമ്മൻ MLA ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് കാന്തപുരം പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഇന്ത്യക്കാരൻ വിദേശ രാജ്യത്ത് വധശിക്ഷ കാത്തു കഴിയുമ്പോൾ വ്യക്തിബന്ധം ഉപയോഗപ്പെടുത്തിയായിരുന്നു കാന്തപുരത്തിന്റെ അനുനയ നീക്കം. ഇത് നിർണായകമായി മാറി. ചാണ്ടിയുമ്മനാണ് കാന്തപുരത്തിന്റെ സഹായം തേടിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റവും താല്പര്യമെടുത്ത വിഷയം എന്ന നിലയിൽ വൈകാരികമായാണ് മകൻ ചാണ്ടിയുമ്മൻ ഈ വിഷയത്തിൽ ഇടപെട്ടത്. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും യമന്റെ ആഗോള മുഖവുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ ഇടപെടൽ തുടർന്നാൽ അനുകൂല തീരുമാനമുണ്ടാകും. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ഉറ്റ സൗഹൃദം പുലർത്തുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് ഹബീബ്. കാന്തപുരത്തെ കാണാൻ പലതവണ കോഴിക്കോട് മർക്കസിൽ വന്നിട്ടുള്ള ഷെയ്ഖ് ഹബീബിന് പ്രവാചക കുടുംബത്തിലെ പിന്മുറക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. യമനി പൗരൻ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇന്ന് നടപ്പാക്കാനാണ് നിശ്ചയിച്ചിരുന്നത്. ശിക്ഷ നടപ്പാക്കുന്നത് ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു യമനി കോടതി തീരുമാനിച്ചിരുന്നത്. ശിക്ഷ മാറ്റിവെച്ചെന്ന കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദിയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അധികാരം ശരീഅത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനാണുള്ളത്. എന്നാൽ പല ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനുവേണ്ടി പ്രതിഷേധവും നടക്കുന്നു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ സംശയം ഉന്നയിക്കുന്നവർക്ക് മറുപടിയുമായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീം കോടതി അഭിഭാഷകനുമായ KR സുഭാഷ് ചന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. കാന്തപുരം ഉസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വിധിപ്പകർപ്പിന്റെ ആധികാരികതയിലാണ് ചിലർക്ക് സംശയമെന്ന് സുഭാഷ് ചന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. വിധിപ്പകർപ്പിലെ തീയതി സംബന്ധിച്ചും ചിലർ സംശയം പ്രകടിപ്പിച്ചതായും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. മലയാള മാധ്യമങ്ങൾക്ക് അറബി തീയതി വായിക്കാൻ അറിയില്ലല്ലോ എന്ന് കരുതി ഇന്നലത്തെ ഡേറ്റുള്ള ഉത്തരവ് നൽകി കാന്തപുരം പറ്റിച്ചു എന്നൊക്കെയാണ് സംസാരം. ഇക്കാര്യത്തിൽ ഇന്നലെ എന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിൽ പുറത്തു വന്ന കാര്യമാണ്. ശുഭവാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വാക്കാൽ ഉസ്താദിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അപ്പോഴൊന്നും ഇക്കാര്യത്തിൽ ഒഫീഷ്യലായി ഉസ്താദിന്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. രേഖാമൂലമുള്ള വിവരം കിട്ടിയിട്ട് മതി എന്നായിരുന്നു ഉസ്താദിന്റെ ഓഫീസിന്റെ നിലപാട്. അത് ഓരോ സമയത്തും ഇക്കാര്യം അന്വേഷിക്കുന്ന മാധ്യമപ്രവർത്തകരെ അറിയിച്ചതാണെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. ഇത്രയും കാലം നയതന്ത്രപരമായോ നിയമപരമായോ വലിയ ഇടപെടലുകൾക്ക് നടത്താൻ പരിമിതികളുള്ള ഒരു കാര്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള നിർണായക ഇടപെടൽ ഉസ്താദ് നടത്തുമ്പോൾ അതിൽ സംശയം ഉന്നയിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലാണെന്നായിരുന്നു സുഭാഷ് പറഞ്ഞത്.